ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം LDC എക്സാമിന്റെ GKയുടെ 10ാം ഭാഗമാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഏത് മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കുറവൻ കുറത്തി മലകൾ. കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഭീംബേട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഭീംബേട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ഇപ്പോൾ മധ്യപ്രദേശിലാണ് ഭീംബേട്ക ഗുഹകൾ സ്ഥിതി ചെയ്തിരുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി വ്യക്തിത്വം ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ്? GP പിള്ളയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ. ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ആരാണ്? ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായക് ആണ്. ബിദനൂരിലെ ശിവപ്പ നായകാണ് ചന്ദ്രഗിരി കോട്ട എന്ന കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെട്ടിരുന്ന ചിത്രകാരൻ ആരാണ്? കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെട്ടിരുന്ന ചിത്രകാരനാണ് റെംബ്രാൻഡ്. നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് ഏതാണ്? നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് ഏതാണ്? തലാമസ്. അപ്പോൾ ഇവിടെ വേർഡ്സ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. അതായത് തപാലാഫീസ്, തലാമസ്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഡച്ചുകാരുമായിട്ട്. അപ്പോൾ നെതർലൻഡ്സിൽ ഉള്ളവരെയാണ് ഡച്ചുകാർ എന്ന് അറിയപ്പെടുന്നത്. കൊണ്ട് തന്നെ ഓപ്ഷനിൽ ഡച്ചുകാർ എന്നോ നെതർലൻഡ്സ് എന്നോ വരാവുന്നതുമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? 1729 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നഗര തൊഴിൽ പദ്ധതിയുടെ പേര് എന്താണ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നഗര തൊഴിൽ പദ്ധതിയുടെ പേരാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടിയാണ് ഫെയറി ക്വീൻ. ഫെയറി ക്വീൻ എന്നാണ് ആ ട്രെയിനിന്റെ പേര്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഫക്രാനങ്കൽ അണക്കെട്ട്. അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബാണാസുര സാഗർ അണക്കെട്ടാണ്. അപ്പോൾ ഈ അണക്കെട്ട് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരമനത്തോടിന് കുറുകെയാണ് ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ
അണക്കെട്ടാണ്. അപ്പോൾ വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്ന കരമനത്തോട് ഏതിന്റെ പോഷക നദിയാണ് എന്നും ചോദിക്കാവുന്നതാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന കരമനത്തോട് ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി. കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട്. ഏറ്റവും മഹാനായ മൗര്യ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏറ്റവും മഹാനായ മൗര്യ രാജാവ് ആരാണ്? അശോകനാണ്. ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ എഴുതിയിരിക്കുന്നത്. സത്യമേവ ജയതേ എഴുതിയിരിക്കുന്ന ലിപി ദേവനാഗരി ലിപി. ഇന്ത്യയെ എത്ര കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ഇന്ത്യയെ എത്ര കാലാവസ്ഥാ മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? 7 കാലാവസ്ഥാ മേഖലകൾ. ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. മാവിന്റെ ജന്മദേശം ഏതാണ്? അപ്പോൾ ഇന്ത്യയാണ് മാവിന്റെ അഥവാ മാംഗോയുടെ ജന്മദേശം. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് സമൂഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എമറാൾഡ് ഐലൻഡ്സ്. എമറാൾഡ് ഐലൻഡ്സ് ഇല്ലെങ്കിൽ ബേ ഐലൻഡ്സ് എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ മറ്റൊരു പേരാണ് എമറാൾഡ് ഐലൻഡ്സ് അഥവാ ബേ ഐലൻഡ്സ്. ആകാശവാണിക്ക് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ആകാശവാണിക്ക് ആ പേര് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. യൂണിസെഫ് എന്ന സംഘടന ആരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിസെഫ് എന്ന സംഘടന ആരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾ. ഇന്ത്യൻ യൂണിയന്റെ അതിർത്തി ആകെ എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യൻ യൂണിയന്റെ അതിർത്തി ആകെ എത്ര കിലോമീറ്റർ ആണ്? 22,716 കിലോമീറ്റർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ്. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് നാഗാർജുന ശ്രീശൈലം സാങ്ച്വറി. നാഗാർജുന ശ്രീശൈലം സാങ്ച്വറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ചോളന്മാരുടെ രാജകീയ ചിഹ്നം ഏതാണ്? ചോളന്മാരുടെ രാജകീയ ചിഹ്നം കടുവയാണ്. ചോളന്മാരുടെ രാജകീയ ചിഹ്നം കടുവയാണെന്ന് ഇപ്പോൾ പഠിച്ചു. അതുപോലെ തന്നെ ചേരന്മാരുടെ രാജകീയ ചിഹ്നം വില്ലാണ്. വില്ലാണ് ചേരന്മാരുടെ രാജകീയ ചിഹ്നം. അതുപോലെ തന്നെ പാണ്ഡ്യന്മാരുടെ രാജകീയ ചിഹ്നം മത്സ്യമാണ്. അപ്പോൾ ചോളന്മാരുടെ രാജകീയ ചിഹ്നം കടുവ, ചേരന്മാരുടെ രാജകീയ ചിഹ്നം വില്ല്, പാണ്ഡ്യന്മാരുടെ രാജകീയ ചിഹ്നം മത്സ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് ആരാണ്? രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് കാൾ ആൻഡ് സ്റ്റെയ്നർ ആണ്. കാൾ ആൻഡ് സ്റ്റെയ്നർ ആണ് രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത്. രാത്രികാലത്ത് ആകാശത്തിൽ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? രാത്രികാലത്ത് ആകാശത്ത് കാണപ്പെടുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന
നാമമാണ്. ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ്? ഒഡീഷ. അപ്പോൾ ഒഡീഷയുടെ പഴയ പേര് ഏതാണെന്നും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഉത്കലം എന്നാണ് ഈ പ്രദേശത്തിന്റെ പഴയ പേര്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. ഋഗ്വേദവുമായി സാമ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ഋഗ്വേദവുമായി സാമ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്ത് അവെസ്ത. അപ്പോൾ പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? സെന്ത് അവെസ്ത. പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടത് എന്തിനെയാണ്? പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടത് എന്താണ്? കുരുമുളക്. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം ഏതാണ്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം ഏതാണ്? 1924. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ഏത് പത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ വരികൾ? വരികൾ ഒന്നുകൂടി പറയാം. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത് ഏതു പത്രവുമായി റിലേറ്റ് ചെയ്തതാണ്? അഭിനവ കേരളം. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ചരക സംഹിത എന്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ചരക സംഹിത എന്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? വൈദ്യം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ആരാണ്? മലയാളത്തിൽ പ്രകൃതിയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ട കവി ഇടശ്ശേരിയാണ്. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ അഥവാ സബ്മറൈൻ ഏതാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഏതാണ്? INS ശൽക്കി. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി ആകാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഏതാണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. LIC നിലവിൽ വന്ന വർഷം ഏതാണ്? LIC നിലവിൽ വന്ന വർഷം 1956 ആണ്. അപ്പോൾ LICയുടെ ആസ്ഥാനം മുംബൈയാണ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏതാണ്? ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമയാണ് ഇന്ദ്രസഫ. ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് സംഘകാല കൃതികൾ ഒലിച്ചുപോയത്? ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് സംഘകാല കൃതികൾ ഒലിച്ചുപോയത്? വൈഗ നദി. ഏത് മലനിരകളിലാണ് സിയാച്ചിൻ മഞ്ഞുമല സ്ഥിതി ചെയ്യുന്നത്? ഏത് മലനിരകളിലാണ് സിയാച്ചിൻ മഞ്ഞുമല സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ കാരക്കോറം മലനിരകളിലാണ്. അപ്പോൾ കിഴക്കൻ കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ മഞ്ഞുമല സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്റർ എത്ര മൈൽ ആണ്? 1 കിലോമീറ്റർ എന്നത് എത്ര മൈൽ ആണ്? 0.6213. ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് എന്താണ്? ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപമാണ് ചമ്പു. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ, മലയാളവും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിക്ക് ഒരു പേരുണ്ട്, അതാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയാണ് മണിപ്രവാളം. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ഏതാണ്? അപ്പോൾ പൊഖ്രാനിലാണ് ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത്. ഉത്തര അയനാന്ത ദിനം എന്നാണ്. ഉത്തര അയനാന്ത ദിനം എന്നാണ് ജൂൺ 21. അതുപോലെ തന്നെ ദക്ഷിണ അയനാന്ത ദിനം ഡിസംബർ 21. അപ്പോൾ ഉത്തര അയനാന്ത ദിനം ജൂൺ 21, ദക്ഷിണ അയനാന്ത ദിനം ഡിസംബർ
21. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകൻ ആരാണ്? എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകനാണ് അപ്പേ ഷെർപ്പ. അപ്പേ ഷെർപ്പ എന്നാണ് ആ പർവ്വതാരോഹകന്റെ പേര്. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് അപ്പേ ഷെർപ്പ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഹോൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ പറയുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.